നമസ്കാരം. ഓണാഘോഷം, മലബാറിലെ മൊഞ്ചത്തി പെൺകുട്ടികൾ മുത്തുമണികളുടെ ഓണാഘോഷം കേട്ട് ചൊറിയും കടിയും, ചിലരത് വെച്ചിട്ട് മുങ്ങി, ഉസ്തുക്കളൊക്കെ മുങ്ങി, ലീഗോളികളൊക്കെ മുങ്ങി, അടിമകൾ ഒക്കെ മുങ്ങി. അപ്പം അവരിൽ നിന്നും ഇത് വരുന്നില്ല, അധിക്ഷേപങ്ങളും അതൊന്നും വരുന്നില്ല. എന്തോന്ന് ഓണം, അത് ഹിന്ദുക്കളുടെ ആചാര. ഏത് മാവേലി പാതാളത്തിൽ പോയവനല്ലേ, നമ്മുടെ ആൾ സ്വർഗത്തിൽ പോയവനാ. അപ്പം ആരും മിണ്ടുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ ചിലർ വീണ്ടും മൂന്നാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റുണ്ട്. അതിൽ ഒരുത്തൻ പറയാണ്, കണ്ടോ ഹിന്ദു പെൺകുട്ടികളെ കണ്ടോ, എത്ര അടക്കമാണവർക്ക്, എത്ര മറ്റേ ഒതുക്കമാണവർക്ക്. കണ്ടോ ഓണം അവരെ വീട്ടിൽ മാത്രം ആഘോഷിക്കുന്നു. ഇതുപോലെ ചാടിത്തുള്ളുന്നുണ്ടോ അവർ? ഈമാനില്ലാത്തവറ്റകൾ, നരകത്തിലെ തീക്കൊള്ളികളായിട്ട് മാറാൻ പോകുന്നവർ, അങ്ങനെയും പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുസ്ലിം പെൺകുട്ടികൾ അവർ ഓണം ആഘോഷിക്കുന്നു മലബാർ ഭാഗത്ത് കൂടുതലും. ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കത് ആഘോഷിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. ഹിന്ദുക്കളതിനെ പറഞ്ഞിട്ടില്ല കേട്ടോ, അതും ഈ പേപ്പട്ടികളാണ് പറഞ്ഞിട്ടുള്ളത്. ആ മതത്തിൽ കുറേ പേപ്പട്ടികളുണ്ട്, അവരാ പറഞ്ഞിട്ടുള്ളത്. മറക്കാതൊരു കാര്യം പറയാം. ഒരു ഉസ്താദിനെപ്പോലെ ഒരാൾ, ഒരു മുസ്ലിമാണ് അദ്ദേഹം കേട്ടോ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആടിക്കോ പാടിക്കോ, നിങ്ങൾ പൂക്കളം ഇട്ടോ, നിങ്ങൾ നിലവിളക്ക് കത്തിച്ചോ, നിങ്ങൾ അതുമായിട്ട് കസവുസാരി എടുത്തോ, ഒക്കെയും ചെയ്തു, ഹിജാബ് തന്നെ ഇട്ട് കളിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാരണവശാലും ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഞാൻ പറയുകയാണ്, ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ സദ്യ ഒരുക്കരുത്. അപ്പം ഞാൻ വിചാരിച്ചു ഇയാളും അത്യാവശ്യം ചൊറിയും കടിയുള്ള ആളാണ്. പക്ഷെ അങ്ങനെ എന്നിട്ട് പറയാണ്, അതിന് നിങ്ങൾക്ക് കഴിയില്ല മക്കളെ, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇവിടെയുള്ള മുസ്ലിങ്ങൾ 16 ജന്മം ജനിച്ചാലും അവർക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റില്ല. അവർ സാമ്പാർ ഉണ്ടാക്കിയാൽ അത് ബിരിയാണിയാകും. അവർ സദ്യ ഒരുക്കി കഴിഞ്ഞാൽ അത് ചിക്കൻ ബിരിയാണി സദ്യയായിട്ട് മാറും. ഹിന്ദുക്കൾ ബിരിയാണി ഉണ്ടാക്കിയാലും ശരിയാവില്ല കേട്ടോ, അത് വേറെ കാര്യം. അതങ്ങനെയാണ്. ഇന്നലെ പറഞ്ഞാൽ അലുവ, പട്ടൊരു അലുവ ഉണ്ടാക്കിയത് ശരിയാവും. അത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ അലുവ തന്നെ വാങ്ങിക്കണം. അപ്പോൾ പറഞ്ഞു വരുന്നത്, അതൊരാൾ പറഞ്ഞോ കൂട്ടത്തിൽ പറഞ്ഞു മാത്രം, നിങ്ങൾ എന്തു വേണ്ടി ചെയ്തോ, പക്ഷെ ആഹാരം ഉണ്ടാക്കരുത്. അത് നിങ്ങൾ അടുത്ത നായരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ വീട്ടിലോ പോയിട്ട് ചോദിച്ച് വാങ്ങിച്ചു കഴിച്ചോ, അതിൻ്റെ ആവശ്യം നിങ്ങൾ കൊണ്ടുതരും. ഓണം ദിവസം കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. തൃശ്ശൂരിൽ ഒരിക്കൽ അലങ്കാർ ഫാബ്രിക്സ് ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളുടെ. അവരവരുടെ മകളുടെ കല്യാണം നടത്തിയത് അവിടുത്തെ കൂട്ടമടത്തിലാണ്, പട്ടന്മാരുടെ സമൂഹ മഠത്തിലാണ് നടത്തിയത്. കാരണം എന്താ വെച്ചാൽ എന്നും ഈ ഇറച്ചിയും മീനും ചിക്കനൊക്കെയും കൂട്ടിയിട്ട്. അതുകൊണ്ട് ഇത്തവണ രസം എന്താണെന്ന് വെച്ചാൽ ഒരു സംശയം ഉണ്ടായിരുന്നു, അല്ല നമ്മൾ ഈ ചിക്കൻ ബിരിയാണി മറ്റൊന്നും ഇല്ലാതെ മോളുടെ കല്യാണത്തിന് സദ്യ ഒരുക്കി ആരാ വരാൻ, വരുന്നവർ വന്നാൽ മതി പറഞ്ഞു. സംഭവം എന്താണെന്നുണ്ടായെന്ന് അറിയാമോ? ക്ഷണിക്കാത്തവർ അവരെ വന്നു. കാരണം അവിടെ അമ്പിസ്വാമിയാണ് അവിടെ സദ്യ ഒരുക്കുന്നത്. ആ ടൗണിലുള്ള കച്ചവടക്കാർ ക്ഷണിക്കാത്തവർ ഒരുപായിട്ട് ആഹാരം കഴിച്ചു. വല്ലപ്പോഴല്ലേ ഈ ആഹാരം കിട്ടുള്ളൂ, എന്തായാലും പറയാം, മറ്റേ പച്ചക്കറി കിട്ടുള്ളൂ. പെരിന്തൽമണ്ണയിൽ പണ്ട് കൃഷ്ണൻ നായരുണ്ടായിരുന്നു. കൃഷ്ണൻ നായരുടെ മകൻ ആനന്ദൻ എൻ്റെ സുഹൃത്താണ്, എൻ്റെ ഒരു സഹോദരൻ എന്ന് പറയാം. ഈ കൃഷ്ണൻ നായർ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ അനുജൻ അദ്ദേഹം ഒരിക്കൽ പലപ്പോഴും കോഴിക്കോട് മറ്റുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പല കാര്യങ്ങൾക്കായിട്ട് പോയി തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഞാനും നാട് കാണാൻ പോകും. കുട്ടിയാണ്. അന്ന് കൃഷ്ണൻ നായരുടെ ഹോട്ടലിൽ കയറുന്നുണ്ട്. കൃഷ്ണൻ നായർ അവിടെ ഒരു ഹോട്ടൽ നടത്തിപ്പുകാരൻ മാത്രമല്ല, ആ നാടിൻ്റെ നടത്തിപ്പുകാരനാണ്. പാവങ്ങൾക്ക് ആഹാരം കൊടുക്കും പൈസ വാങ്ങിക്കാതെ. വരുന്നവരെ പോകുന്നവരെ മുഴുവൻ അദ്ദേഹം പരിചയപ്പെടും. എത്ര വീട്ടിൽ കല്യാണാലോചനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൽപ്പെട്ട ഒരു കാസർഗോഡുകാരൻ ചെക്കൻ തിരുവനന്തപുരത്തായുള്ളൊരു പെൺകുട്ടിയെ ഇദ്ദേഹത്തോട് പറയും, കൃഷ്ണൻ നായരെ എനിക്കൊരു മോനുണ്ട്, നല്ല വല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ പറയണം കേട്ടോ. ശരിയെന്ന് പറയും. പിന്നെ തിരുവനന്തപുരത്ത് വരുന്ന ഒരാൾ പറയും, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഒരു മോനുണ്ട്, എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് നിൽക്കുകയാണ്, നല്ല ജോലിയാണ്, അവന് പറ്റിയ പെണ്ണുണ്ട്. അതുപോലും അദ്ദേഹം അവരെ ബന്ധപ്പെടുത്തി കൊടുക്കാറുണ്ട്. അങ്ങനൊരു മഹാമനുഷ്യൻ.
ആ ഒരു കട മാത്രമാണ് അവിടെ പച്ചക്കറി കടയുണ്ട്. അവിടെ ഇറച്ചി മീനൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെ വെജിറ്റേറിയൻ മീൽസും അവിടെ കിട്ടും. ഇന്ന് പെരിന്തൽമണ്ണയുടെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? ഇന്നിപ്പോൾ നോൺ വെജിറ്റേറിയൻ മീൽസ് അന്വേഷിച്ച് നടക്കണം അവിടെ. എവിടെയുള്ളത് എല്ലാം വെജിറ്റബിൾ ഓൺലി എന്ന് പറഞ്ഞുള്ള കടകളേ ഉള്ളൂ അവിടെ. തലശ്ശേരിയിൽ പോയപ്പോൾ അവിടെ ഉടുപ്പി ഹോട്ടൽ മുമ്പിൽ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്, തൊടാൻ മറ്റേ ചന്ദനമൊക്കെ ഉണ്ട്. മുസ്ലിങ്ങളാണ് നടത്തുന്നത്. തലശ്ശേരിയിലുണ്ട് പച്ചക്കറി തിന്നിട്ട് എത്ര കാലമായി എന്ന് പറയുന്ന ആൾക്കാർ ആയതുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുക, ഈ ആൾ തമാശയിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ അപകടം ഉണ്ടാക്കരുത്, സദ്യ ഒരുക്കരുത് എന്ന്. അന്നേ ദിവസം ഈ പാത്തുമ്മയാകട്ടെ, മെഹ്റൂനിസ ആകട്ടെ, ഷറഫുന്നിസ ആകട്ടെ, ഐഷയാകട്ടെ, ഖദീജയാകട്ടെ ഒരു ഹിന്ദു വീട്ടിൽ കയറി വന്നാൽ അവർ മനസ്സുകൊണ്ട് സന്തോഷാശ്രുക്കൾ അത് പുറത്തേക്കും വരും, കെട്ടിപ്പിടിച്ച് വാ മോളൂ എന്നും പറഞ്ഞ്. അതേ ഇവിടുത്തെ ഹിന്ദുക്കൾ ചെയ്യുള്ളൂ. അതുപോലെ ഹിന്ദുക്കൾ കയറിയാൽ, ഞാൻ മണ്ണാർക്കാട് താമസിക്കുന്ന സമയത്ത്, അവിടെ തെങ്കരയ്ക്കും താമസിക്കുന്ന സമയത്തൊക്കെ ഈ സമയങ്ങളിൽ 11 മണിക്ക് പോയിട്ട് ആഹാരം കഴിക്കും, 12 മണിക്ക് ആഹാരം കഴിക്കും, 1 മണിക്കും ആഹാരം കഴിക്കും. വിളിച്ചു കൊണ്ടുപോവുകയാണ് അവർ. എന്തൊരു സ്നേഹം! പക്ഷെ കുറേ പേപ്പട്ടികളുണ്ട്. ഞാൻ അവരെക്കുറിച്ച് എപ്പോഴും പറയാറുള്ളൂ. ഞാനൊരാളെ സ്നേഹിക്കുന്നു, ഉദാഹരണത്തിന് റഹീം എന്നൊരാളെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷെ റഹീം പറയുകയാണ്, എന്നെ സ്നേഹിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അനുവാദം വേണമെന്ന് പറഞ്ഞാൽ പോടാ പട്ടി എന്ന് പറയും. ഞാൻ റഹീമിനെയും പറയും. റഹീം എൻ്റെ ഒറ്റ സുഹൃത്താണ്, ഉള്ള ആൾ തന്നെയാണ്. ആ റഹീമിൻ്റെ മുഖത്ത് പറയും നീ പോടാ പട്ടി എന്ന് പറയും. മുസ്ലിം ലീഗിൻ്റെ ഇത് കൺസെൻറ്റ് വാങ്ങിച്ചിട്ട് എന്നെ സ്നേഹിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പോടാ പട്ടി എന്ന് പറയും. ഞാനിവിടെ മുസ്ലിങ്ങളുടെ ഒരു വ്യക്തികളെ അധിക്ഷേപിച്ചിട്ടില്ല. ഞാൻ എന്തിനാ അധിക്ഷേപിക്കുന്നത്? എന്നെ സ്നേഹിച്ചവരെ ഞാൻ എന്തിനാ അധിക്ഷേപിക്കുന്നത്? പക്ഷേ ഇന്നിപ്പോൾ RSSൻ്റെ അടിയും കാലും അകിടും നക്കി നടക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, അവരൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അവരെൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളുടെ സുരേഷ് TG ഹരിദാസ് പറഞ്ഞ പോലെ അവരെ ചക്കിലിട്ട് ആട്ടി അത് പിണ്ണാക്കാക്കും ഞാൻ. മറ്റെന്തുമാകട്ടെ, RSSന് ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുത്തില്ലേ ഈ മുസ്ലിം പ്രസ്ഥാനക്കാർ? അവരനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഏതായാലും അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. RSS എന്ന 3 അക്ഷരം മോശമല്ല. അതിൽ പ്രവർത്തിക്കുന്ന അവരുടെ ചില സിസ്റ്റംസാണ് മോശം. അതിലൊന്നാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളെ പ്രസ്താവിച്ച് വെച്ചിട്ടുള്ളത്. അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ RSS ആകട്ടെ, 3 അക്ഷരങ്ങളല്ലേ RSS, എന്താ നല്ല കാര്യമല്ലേ? അവർ നല്ലവരായാൽ നമുക്ക് അവരെയും സ്വീകരിക്കാം. പക്ഷെ അതുവരെ അടിമകളായിട്ട് വിധേയപ്പെട്ടു അത് നിൽക്കാൻ നമ്മളാരും തയ്യാറില്ല. പലരും ഇവിടെ ചോദിക്കുന്നുണ്ട്, സ്വാമി ഇപ്പോൾ BJP ആയിരുന്നു, അതിന് മറുപടി പോടാതുണ്ടെന്നാണ് ഞാൻ മറുപടി കൊടുക്കുക. ഇന്നലെ ഒരുത്തൻ എഴുതിയിരിക്കുകയാണ്, താൻ ഇപ്പോഴാണ് യഥാർത്ഥ ഹിന്ദു ആയത്. ഞാൻ മറുപടി കൊടുത്തു, ഞാൻ വീടിൻ്റെ പിന്നിലെ മറപ്പുരയ്ക്ക് അടിയിലെ, അതായത് മലത്തിനകത്ത് പുഴുവായാലും ഞാൻ ജന്തു ആവില്ലടാ നാറി എന്നാണ് ഞാൻ മറുപടി കൊടുത്തത്. എനിക്കൊരു മതമുണ്ട്, അത് ഞാനാകുന്ന മതമാണ്. എൻ്റെ ചിന്തകളിൽ ഊന്നിയ മതമാണ്, എൻ്റെ നിലപാടുകളിൽ ഊന്നിയ മതമാണ്. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ബ്രഹ്മാനന്ദ തീർത്ഥ രാഷ്ട്രീയ പാർട്ടിയെന്ന്. എൻ്റെ ശരിയാണ്, എനിക്ക് ശരി. ഏതായാലും ഹിന്ദു മതത്തിലുള്ള പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന കണ്ടില്ലേ? ഇപ്പം അവരാണ് നല്ല കുട്ടികൾ. ഇതുവരെ അവരെ ചീത്ത പറഞ്ഞിരുന്നു, ഇപ്പോൾ അവർ നല്ല കുട്ടികളായി. അവർ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതല്ല, അവർ ഇതിനേക്കാൾ വലിയ വിപ്ലവം നടത്തിയിരുന്നവരവർ. അടുക്കളയിൽ മാത്രം ഇരുന്ന് പുക മൂടി നടന്നിരുന്ന, മറക്കടോ ചൂടി നടന്നിരുന്ന, പുറത്തു വരാൻ പാടില്ലാത്തവരായിരുന്ന അവർ വിപ്ലവം നടത്തിയിട്ടുണ്ട്. അത് 10-80 വർഷങ്ങൾക്ക് മുമ്പാണ്. താത്രിക്കുട്ടിയൊക്കെ കലാകാരിയായിരുന്നു താത്രിക്കുട്ടി. ആ താത്രിക്കുട്ടിയെ വഞ്ചിച്ച സമയത്ത് ആറ്റം ബോംബ് പോലെയാണ് പൊട്ടിത്തെറിച്ചതറിയോ? താത്രിക്കുട്ടി ആറ്റം ബോംബ് പോലെയാണ് പൊട്ടിത്തെറിച്ചത്. അത് ഇവിടുത്തെ ആർക്കും അറിയില്ല. താത്രിക്കുട്ടി കഥ വായിച്ചാൽ അറിയാൻ പറ്റും. ആയതുകൊണ്ട് തന്നെ
അവിടെ ഒരു മാറ്റം അനിവാര്യമാണെന്ന് കണ്ട് മഹാത്മാക്കളായിട്ടുള്ള വീട്ടി ഭട്ടതിരിപ്പാട്, പ്രേംജി, MRB, EMS, പരിയാനംപറ്റ, അതുപോലെ നീലകണ്ഠൻ, മുല്ലനഴി നീലകണ്ഠനൊക്കെ ഇറങ്ങി വന്ന് പല ആഖ്യാനങ്ങൾ, നാടകാഖ്യാനങ്ങൾ എന്തിനു പറയുന്നു, അവരെ ആ കൂപത്തിൽ നിന്ന് പുറത്തെടുത്ത് അങ്ങോട്ട് ചാടുകയല്ല ചെയ്തത്, കിണറ്റിൽ വീണവരെ പുറത്തെടുക്കുകയാണ് ചെയ്തത്. മൃഗങ്ങളെ മനുഷ്യന്മാരാക്കി മാറ്റുകയാണ് ചെയ്തത് അവർ. ആയതുകൊണ്ട് തന്നെ ഇന്ന് ഹിന്ദു കുട്ടികൾ അവർക്ക് അടക്കമുണ്ട്. കാരണം എന്താണ്, അടങ്ങിയിരിക്കേണ്ട ഇവിടെ എന്ന് പറയാനുള്ള ആരില്ല. അങ്ങനെ പറഞ്ഞാൽ ഇതിലപ്പുറമായിരിക്കും അവർ പ്രതികരിക്കുക, ഹിന്ദു പെൺകുട്ടികൾ പ്രതികരിക്കുക. ഇവരെവിടെ അന്തസ്സുള്ള വസ്ത്രം ധരിച്ചിട്ടാണെങ്കിൽ വസ്ത്രം ധരിക്കാതെ അവർ പുറത്തു വന്ന് പ്രതികരിക്കും. അവർ വേഷം കെട്ടിയെടുത്താൽ അതാണ് ഹിന്ദു പെൺകുട്ടികൾ. അവരെ അടക്കം വയ്ക്കുക, അവരെ അടക്കി വെക്കാൻ ആരില്ലാത്തതുകൊണ്ട് അവർ സ്വയം അടങ്ങിയിരിക്കുന്നു. ആരോടെ അവർ വെല്ലുവിളിക്കുന്നത്? ഏതായാലും ഈ പറയുന്ന ഹിന്ദു പെൺകുട്ടികൾക്ക്, അവർ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് അവർ ഒതുക്കി നിൽക്കുന്ന കാരണം അവരെ ഒതുക്കി നിർത്താൻ ഇവിടെ ആരുമില്ല. അവർക്ക് വിലക്കുകളില്ല. അവരെ ആരും കൃഷിഭൂമി എന്ന് പറഞ്ഞിട്ട് അവഹേളിച്ചിട്ടില്ല. അവർ സമ്പാദ്യം അത് പുരുഷന്മാരുടേതാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചിട്ടില്ല. അവർ സർവതന്ത്ര സ്വതന്ത്രരാ. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ? പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. 10,000 വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇനി 10,000 വർഷം കഴിഞ്ഞാലും ഉണ്ടാകും ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അതൊന്നും മാനദണ്ഡമായിട്ട് എടുക്കാൻ പറ്റില്ല. ആയതുകൊണ്ട് തന്നെ ഹിന്ദു പെൺകുട്ടികൾ, ക്രിസ്ത്യൻ പെൺകുട്ടികൾ അവർ സർവതന്ത്ര സ്വതന്ത്രരാണ്. വെറുതെ അവരോടൊന്നും പോയി പറയും മറക്കുട ചൂടി നടക്കാൻ. മറ്റേ ഹിന്ദു പെൺകുട്ടികളോട് മറക്കുട ചൂടി നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അവർ അപ്പുറത്ത് എവിടെയെങ്കിലും വല്ല കോലുകണ്ടി അവൻ്റെ ഈ പറയുന്നവൻ്റെ അണ്ണാക്കിൽ കുത്തിക്കയറ്റും, അല്ലെങ്കിൽ കല്ലെടുത്ത് അവൻ്റെ തലയ്ക്കടിക്കും. മുസ്ലിം പെൺകുട്ടികളത് ചെയ്ത് തുടങ്ങിയെന്നർത്ഥം. മുസ്ലിം പെൺകുട്ടികളുടെ സ്ഥിതി എന്താണ് ആയിരുന്നു ഇന്നലെ വരെ? ഇപ്പം ഇനിയിപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞ ദിവസത്തിന് വ്യത്യാസമുണ്ട്. ഇന്നലെ എന്ന് പറഞ്ഞ ദിവസം അതിന് മുൻപും പിൻപും ഇന്ന് കണക്ക് കൂട്ടണം. അതുപോലത്തെ കൊടുങ്കാറ്റാണ് അവിടെ ആഞ്ഞടിച്ചത്, സുനാമിയാണ് ആഞ്ഞടിച്ചത് മുസ്ലിം മുഞ്ചത്തികളുടെ. മുമ്പത്തെ സ്ഥിതി എന്തായിരുന്നു? ജാഹിലിയ സ്ഥിതി. അവരെന്ത് ചെയ്യണമെങ്കിലും മതവിധി കൂടെ ഉണ്ടായിരിക്കണം. സ്റ്റേജിൽ പോലും കയറാൻ പാടില്ല. എന്നിട്ട് പ്രോഗ്രാം നടക്കുമ്പോൾ ആണുങ്ങൾ ഇപ്പുറത്ത് തുണി കെട്ടി പെണ്ണുങ്ങൾ അപ്പുറത്ത്. ആ തുണി കെട്ടിയതിൻ്റെ ഉള്ളിൽ ചാക്കും കൂടിയിരിക്കണം. അത് ഏറ്റവും വലിയ രസം. സുന്ദരികളല്ലേ? പെൺകുട്ടികളാണ് സുന്ദരികൾ. ആൺകുട്ടികളെക്കാൾ അവർക്ക് മീശയും താടിയൊക്കെ ഉണ്ടാവും, അതിലൊരു സൗന്ദര്യം ഉണ്ടാവില്ല. പെൺകുട്ടികൾ എപ്പോഴും സുന്ദരികളാണ്. ആ സുന്ദര രൂപം ആ പാവങ്ങൾക്ക് പോലും ആസ്വദിക്കാൻ പറ്റുന്നില്ല. എൻ്റെ സുഹൃത്ത് മണ്ണാർക്കാടിലായിരുന്ന സുഹൃത്ത്, അദ്ദേഹം ഖത്തറിലാണ്. അദ്ദേഹം ഒരു അനാഥാലയത്തിന് കുട്ടിയെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. ആ കുട്ടിക്ക് കാഞ്ചീപുരം പട്ടുസാരി വാങ്ങിച്ചു കൊടുക്കും അയാൾ ഖത്തറിലാണല്ലോ. ഇവരെന്ത് ചെയ്യും? ആ കാഞ്ചീപുരം പട്ടുസാരിയും 10, 50, 60 പവൻ ആഭരണങ്ങളും ധരിച്ചിട്ട് അതിൻ്റെ മേലെ ചാക്കിട്ട് മൂടും. എന്നിട്ട് അങ്ങനെ പറയും, ഇത് എന്താ വീട്ടിൽ ഈ കാണിക്കുന്നത്? ഇവളൊരു സുന്ദരിയാണല്ലോ, അതെനിക്ക് കാണാൻ മാത്രമല്ല എൻ്റെ കൂട്ടുകാരും കാണണം. കണ്ടോടാ അതെ എൻ്റെ ഭാര്യയെ. പക്ഷെ അവൾ സമ്മതിക്കില്ല, അവൾക്ക് ചാക്ക് മൂടണം. പേടിപ്പിച്ചിട്ടാണ്. കാരണം എന്താണ്? ചാക്ക് മൂടിയില്ലെങ്കിൽ നരകത്തിൽ പോകും, നരകത്തിൽ വറുകൊള്ളികളായിട്ട് മാറും. ഇങ്ങനെ പേടിപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ഇവരുടെ ഈ ഫത്വ ഉണ്ടല്ലോ, ഓണം വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഫത്വ ഉണ്ടല്ലോ, വഷള് ഫത്വ, അതിലേക്ക് ഇത്രയും വിലയുള്ളൊന്നും ആയിട്ടുണ്ട്. ഏതായാലും അടുത്ത വർഷം ഓണം വരുമ്പോൾ ഞാൻ നേരത്തെ പറയാട്ടോ, ഒരു 2 മാസം മുമ്പ് തന്നെ ഫത്വ ഇറക്കി, ഓണാഘോഷിക്കരുത്. എന്നിട്ട് മലബാറിലെ മൊഞ്ചത്തി കുട്ടികൾ അവർ ഡാൻസ് പഠിച്ച് ആടുന്നതൊന്ന് കാണണം, മനസ്സ് നിറഞ്ഞ് ആടണം. ഞാൻ വിവാഹം കഴിച്ചതിലെ കുട്ടികളും ഇല്ല, പക്ഷേ ഇത് കാണുന്ന സമയത്ത് ഇനിയൊരു ജന്മം കൊണ്ട് വിവാഹം കഴിച്ചാൽ 1000 കുട്ടികളെ സൃഷ്ടിക്കും ഞാൻ, പറ്റുമെങ്കിൽ പറ്റാവുന്നിടത്തും കുട്ടികളെ സൃഷ്ടിക്കും. ആ കുട്ടികൾ അവിടെ നിന്ന് ആടുന്ന കണ്ട സമയത്ത് ആ കുട്ടികളിൽ പലരും നോക്കി, ഏതാ നല്ല കുട്ടിയെന്ന്. എല്ലാം നല്ല കുട്ടികൾ, സ്വർഗകന്യകകൾ. എന്തായാലും
ഇനിയും ഫത്വ ഇറക്കാൻ ഈ ആശാരി സുന്ദരിയുടെ ഉസ്താദിൻ്റെ ഒന്നും അവൻ തുറക്കില്ല കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി. ഓണം ആഘോഷിക്കരുത് 10 തവണ പറഞ്ഞാൽ 100 യൂണിറ്റിലായിരിക്കും ആഘോഷിക്കുക. 100 യൂണിറ്റിൽ ഫത്വ പറഞ്ഞു കഴിഞ്ഞാൽ 10,000 യൂണിറ്റിലായിരിക്കും അവർ ആഘോഷിക്കുക. നിങ്ങൾ നിങ്ങളുടെ പള്ളിക്കാരൻ നോക്കി അവിടെ ഇരിക്കുക. 5 നേരം മറ്റേതും വിളിച്ച് അള്ളാഹു അക്ബറും വിളിച്ച് അവിടെ ഇരിക്കുക. ഇവിടെയുള്ള പഠിപ്പും പത്രാസുമുള്ള കുട്ടികളുണ്ട്. പണ്ടത്തെ പോലെയൊന്നും അല്ല. 2ാം ക്ലാസ് 3ാം ക്ലാസ് അല്ലെങ്കിൽ മദ്രസ പഠനം നടത്തി പൊട്ടന്മാരും പൊട്ടത്തികളായിട്ട് പുറത്തിറക്കുന്ന കാര്യമല്ല. കുട്ടികളെ മുഴുവൻ BSc MSc MBA ഇപ്പോൾ അവരുടെ ഗ്രാജുവേഷനൊന്നും പേരെനിക്ക് പറയാറിയില്ല. ഡോക്ടർമാരും എഞ്ചിനീയറും IAS-കാരും IPS-കാരൊക്കെ ആയി മാറിയിട്ടുണ്ട്. സിനിമാ രംഗത്ത് നാടക രംഗത്തൊക്കെയുണ്ട്. അപ്പോൾ അവരോട് പോയിട്ട് ഈ കോലിട്ടളക്കം നടത്തി കഴിഞ്ഞാണല്ലോ ചവിട്ടി കൂട്ടിട്ടവർ. ഇന്നലെ കണ്ടില്ലേ അവരുടെ ആ ഒരു പവർ കണ്ടല്ലോ. മിണ്ടാണ്ടിരിക്കുക നല്ലത്. പെൺകുട്ടികൾക്ക് ഇതുപോലെ ആഘോഷിക്കാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. ആൺകുട്ടികൾ നബിദിന റാലിയിൽ പങ്കെടുക്കുമ്പോൾ പെൺകുട്ടികൾ മദ്രസയിൽ അകത്തിരിക്കുന്ന പതിവ് അതിപ്പോഴും അതുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ പെൺകുട്ടികൾ എത്ര അടുത്തനിയിപ്പോൾ നബിദിനാഘോഷത്തിന് പെൺകുട്ടികൾ ഇറങ്ങുമെന്ന് അറിയില്ല കേട്ടോ. അവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ പറ്റില്ല. നിങ്ങൾക്ക് നബിദിനാഘോഷിക്കാൻ നൽകില്ലേ? ഇനി അവരെ ഓടിക്കാൻ ഓടി അവിടുന്ന് നീ ആരടി എന്ന് പറഞ്ഞ് ജാമിദ് ടീച്ചറേക്ക് ആക്രമിക്കാൻ ശ്രമിച്ച എല്ലാവരും കൂടി ചവിട്ടിക്കൂട്ടിട്ട് ഇന്നലെ ആ ചവിട്ടിൻ്റെ ഊക്കം ഞാൻ പേടിച്ചു പോയി. എന്തൊരു പവറാണ് അവർക്ക്. ലാസ്യ നൃത്തമല്ല, താണ്ഡവ നൃത്തമായിരുന്നു. മനോഹരമായിരുന്നു. അവരുടെ പ്രതിഷേധമാണ് അവരറിയിച്ചത് പാട്ടിലൂടെയും നൃത്തത്തിലൂടെയും. ആഘോഷങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ടതുകൊണ്ട് അവർക്ക് എല്ലാ വിധത്തിലുള്ള ലോകത്തിൻ്റെ മനോഹാരിത അതവരെ കണ്ണുകളിൽ പതിയാതായി, ചെവികളിൽ പതിയാതായി. പക്ഷേ കാലം മാറി. അപ്പിക്കുപ്പായത്തിനകത്തും ചാക്ക് മൂടിയിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളുടെ കാലമല്ല കേട്ടോ ഇത്. എനിക്കറിയാമത്. പുറത്തേക്ക് കിടക്കുന്ന സമയത്ത് കേരളത്തിൽ ഞാൻ ദുബായിലേക്ക് പോണ സമയത്ത് മലയാളി പെൺകുട്ടികൾ സ്വാമി ദുബായിൽ വന്നോ വളരായിട്ട്. പക്ഷെ അവരെ കാണുമ്പോൾ ഞാൻ മാറിയൊക്കെ ഒരു പേടി. അവരാ കുപ്പായത്തോടുള്ള ഒരു ബഹുമാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു പേടി, ആറ്റിറ്റ്യൂഡുള്ള പെൺകുട്ടികളെ. പക്ഷെ അവർക്ക് അതൊരു മടിയില്ല. സ്വാമിയുടെ വീഡിയോയും കാണാറുണ്ട് കേട്ടോ. സ്വാമി തീവ്രവാദി സ്വാമി അല്ലേ എന്നൊക്കെയും പറഞ്ഞ് ആ രീതിയിൽ തുറന്ന് സംസാരിക്കുന്ന പെൺകുട്ടികളെ ഞാനും കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊരു മാറ്റമാണത്. ആ മാറ്റം പരിപൂർണമായി. അപ്പം അത് കൊടുങ്കാറ്റായി. പണ്ടൊരു മന്ദമാരുതനായിരുന്നു, കൊടുങ്കാറ്റായി. ഏതായാലും ഇന്നത്തെ പെൺകുട്ടികൾ ആഘോഷിക്കാൻ തീരുമാനിച്ചാൽ ഓർത്തോ ഉസ്തു, ഓർത്തോ ആശാരി സുന്ദരി, അവരാഘോഷിച്ചിരിക്കും. നിന്റെ നെഞ്ചത്ത് കയറിയിട്ട് അവർ ഓണം ആഘോഷിക്കും. കാരണം അവർക്ക് ഈമാനുണ്ട്, അവരിൽ ഇസ്ലാമുണ്ട്, അവരിൽ ഉമർ ബിൻ ഖത്താബുണ്ട്, സിദ്ദിഖ് അബൂബക്കർ സിദ്ദിഖുണ്ട്, ഉസ്മാനുണ്ട്, അലി ബിൻ അബൂ ത്വാലിബുണ്ട്. എല്ലാത്തിനുമുപരി നബി തിരുമേനിയുണ്ട്. അതുകൊണ്ട് അവർക്ക് ചങ്കുറപ്പുണ്ട് കേട്ടോ. ഇനി സൂക്ഷിക്കണം. ഇനി പെൺകുട്ടികളോട് പോയിട്ട് അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ നിൻ്റെ വാക്കുകൾ എന്നേണ്ട നാക്ക് മുറിച്ച് കളയും, എന്നേക്കുമായിട്ട് നിൻ്റെ സംസാരം മുട്ടിപ്പിച്ച് കളയും. ഞാനീ പറയുന്നത് ആശാരി സുന്ദരിയോട് മാത്രമല്ല, എല്ലാ ഉസ്തുക്കളോടുമായിട്ടാണ് ഈ പറയുന്നത്. അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമസ്കാരം.